കണ്ടോ, ഇത് മുകളിലേക്ക് നോക്കി കഴിയുമ്പോഴേ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും ആവാത്ത തരത്തിൽ ഇതെവിടെ നിന്ന് കിട്ടിയ ഇനവാ? ഇതും ഏതാ നഴ്സറിയിൽ കൃത്യമായിട്ട് അറിയത്തില്ല, പല നഴ്സറിയും മേടിച്ച് വെക്കാറുണ്ടെന്ന്. പല എത്ര ജാതി മരങ്ങളുണ്ട് ഈ കൃഷിയിടത്തിൽ? 75 എണ്ണം ഉണ്ട്. എല്ലാം 10 വർഷം തൊട്ട് കഴിഞ്ഞ വർഷം വെച്ചതുമുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചതുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആൻ്റണി മുനിയറ ബ്ലോസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടുക്കിയിലെ പൊന്മുടിയിലാണ്. പൊന്മുടിയിൽ ശ്രീ സജി നാട്ടുനിലത്ത്. അദ്ദേഹം എല്ലാത്തരം കൃഷികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് ജാതി കൃഷി എന്ന് പറയുന്നത് സവിശേഷമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. നമസ്കാരം. എന്തൊക്കെ ഇനങ്ങളാണ് ഉള്ളത്? നമുക്ക് കുരുമുളക്, ജാതിയുണ്ട്, ഏലമുണ്ട്. ജാതിയും കുരുമുളകുമാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഏലം ഈ കാണുന്ന ജാതി മരം എത്ര വർഷമായതാ? ഇത് ഒരു 15 കൊല്ലം പഴക്കമുള്ള ജാതിയാണ്. എന്താ ഇതിൻ്റെ പരിപാലനമൊക്കെ? ഇതിന് ജൈവവളം, രാസവളം ഒക്കെ ചെയ്യുന്നുണ്ട്, നന കൊടുക്കുന്നുണ്ട്. എത്ര ഇനം ജാതി മരങ്ങളുണ്ട് താങ്കളുടെ കൃഷിയിടത്തിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജാതിക്കും ഓരോരോ എന്തെങ്കിലും മാറ്റമുണ്ട്. ഉണ്ട്. ഒരു ജാതി പോലെ തന്നെ ഒരു ജാതി ഇല്ല. എല്ലാത്തിനും എന്തെങ്കിലും ഒക്കെ. അപ്പോൾ അതേ കുരുമുളകിനും ഒക്കെ ഇടവിളയായിട്ടാണ് ജാതി. ഞാനുണ്ടോ ഇതിൻ്റെയൊക്കെ മുകൾത്തട്ടിലേക്ക് നോക്കുമ്പോൾ നിറച്ച് കായ്കളാണ്. ഈ കൂടുതൽ കായ് വരുമ്പോൾ കുഴിച്ചിലുണ്ടാവുമോ? കുഴിച്ചിലുണ്ടാകുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? നനയെ കൊടുക്കുമ്പോൾ കുറേയൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത് മുകളിലേക്ക് നോക്കി കഴിയുമ്പോഴേ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും ആവാത്ത തരത്തിൽ ഇതെവിടെ നിന്ന് കിട്ടിയ ഇനവാ? ഇതും ഏതാ നഴ്സറിയിൽ കൃത്യമായിട്ട് അറിയത്തില്ല, പല നഴ്സറിയും മേടിച്ച് വെക്കാറുണ്ടെന്ന്. പല എത്ര ജാതി മരങ്ങളുണ്ട് ഈ കൃഷിയിടത്തിൽ? 75 എണ്ണം ഉണ്ട്. എല്ലാം 10 വർഷം തൊട്ട് കഴിഞ്ഞ വർഷം വെച്ചതുമുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചതുമുണ്ട്. അപ്പോൾ സമീപകാലത്ത് വെച്ചതുമുണ്ടല്ലേ? ഇതെല്ലാം ഏതിനോ? ഇത് ലോങ്ങൻ എന്ന് പറഞ്ഞൊരു ഇനം, പുതിയ ഇനം പുള്ളി വികസിപ്പിച്ചത്. എവിടെ നിന്ന് വാങ്ങിച്ചു? അത് ചെറുകുന്നൽ കവിയുടെ നഴ്സറിയിൽ നിന്ന് മേടിച്ചു. അടിമാലി ചെറുകുന്നൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ജാതി മരങ്ങൾ പലയിടങ്ങളിൽ നിന്ന് നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചത് ശ്രീ സജിയുടെ കൃഷിയിടത്തിലുണ്ട്. ഇത് വ്യത്യസ്തമായ മറ്റൊരു ഇനമാണ്. കായുടെ എണ്ണത്തിൽ കുറവുണ്ട്, പക്ഷേ കുറച്ചുകൂടി വലിപ്പത്തിലേക്ക് അല്ലേ കായ്കൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൺജാതി ഞാൻ നിർത്തിയേക്കുന്നതാണ്. ഈ തോട്ടത്തിൽ ഒരു ആൺജാതി വേണം. അപ്പോൾ അടി കോന്തി കളഞ്ഞിട്ട് മുകളിൽ നിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ പൂ ഉണ്ടെങ്കിലേ പരാണം നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ ജാതിയിൽ ഇത്രയും കായൊക്കെ ഉള്ളത്. ആൺജാതി നിർത്തിയിട്ടുണ്ട്. ശരി. അപ്പോൾ ഇടയ്ക്ക് ആൺജാതികൾ ഉണ്ടാവണം അല്ലേ? ഇടയ്ക്ക് ആൺജാതികൾ ഉണ്ടാവുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു ആൺജാതി നിർത്തിയിട്ടുണ്ട്. അടിവശം കളഞ്ഞു, മുകളിൽ കൊണ്ട് നിർത്തിയാൽ മതിയല്ലോ നിർത്തും. അപ്പോൾ 75ഓളം ജാതി മരങ്ങൾ ഈ കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇനി ഇത് ജലസേചനത്തിൻ്റെ ആവശ്യകതയുണ്ടോ? ജലസേചനം ആവശ്യമുണ്ട്. ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരും തന്നെ ജലസേചനം കൊടുക്കാൻ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ജാതിയിലേക്ക് മുട്ടിക്കിടാൻ വെള്ള സംവിധാനങ്ങളുണ്ട്. വെള്ളം കൊടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. നമുക്ക് ഓടി നടന്ന് പിന്നെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണക്ട് ചെയ്ത് അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിരിക്കുന്നതാണ്. ശരി. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ കൂടിയിട്ട് ശ്രീ സജി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കയ്യാല വെച്ചിട്ടുണ്ട്. കയ്യാലയുണ്ട്. ഈ വളപ്രയോഗം നമ്മൾ എന്താ കൊടുക്കുന്നത് ജാതിക്ക്? വളപ്രയോഗം കൂടുതലും ജൈവവളങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത്. വർഷത്തിൽ എത്ര വളപ്രയോഗം കൊടുക്കും? ജൈവവളത്തിന് അങ്ങനെ നമ്മൾ ആവശ്യം നമ്മുടെ കമ്പോസ്റ്റ് ചാണകമൊക്കെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. രാസവളം ഉറപ്പായിട്ടും 2 പ്രാവശ്യമെങ്കിലും കൊടുത്തിരിക്കും. ഇവിടെ ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് കാണുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതാ ഈ കമ്പോസ്റ്റ് യൂണിറ്റിൻ്റെ അരികിൽ നിൽക്കുന്ന ജാതി മരം. ഇത് ഇതിനോ വ്യത്യസ്തമായ ഇനമാണ്? അതിന് വ്യത്യസ്തമാണ്. അതും 10-20 കൊല്ലം പഴക്കമുള്ള ജാതിയാണ്. അപ്പോൾ എന്തായാലും ശ്രീ സജി നാട്ടുനിലത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ ജാതിക്ക് നല്ല പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ജാതിയാണ്. അതിലും നിറച്ച് കായുണ്ടല്ലേ? അത് അധികം നാളായില്ല തോന്നുന്നല്ലേ? അതും 10 കൊല്ലം പ്രായമുള്ള ജാതിയാണ്. ആണോ? ആയതുകൊണ്ട് ശരി. തുറസായ സ്ഥലത്ത് വേണോ ജാതി നടാൻ? ജാതി അങ്ങനെ കുറച്ച് തണലുള്ളത് നല്ലതാണ്. നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് അത്ര നല്ലതല്ല. ഈ ജാതി പോയപ്പോൾ അതിന് പകരം അടുത്ത ജാതി ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ശരി. ജാതി എന്ത് കിടുമെന്ന് അത് ഇട ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് എണ്ണം ഉണ്ട്. ഈ പ്രാവശ്യം എണ്ണം ഉണ്ട്. എന്നാലും നല്ല മുഴുത്ത ജാതിക്കായായിരിക്കും. ശരി. അപ്പോൾ ഇടുക്കി പൊന്മുടിയിലെ സജി നാട്ടുനിലത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം പരിപാലിക്കുന്നത് ജാതി മരങ്ങളെയാണ്. ഏതാണ്ട് 10 വർഷം പ്രായമായ ജാതി മരങ്ങൾ തൊട്ട് സമീപ നാളിൽ നട്ട ജാതി മരങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ഈ കൃഷിയിട കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ആൻ്റണി മുനിയറ.